സീറ്റ് വിഭജന തർക്കത്തിന് പിന്നാലെ കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചു. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ പണം വാങ്ങി ഡീൽ നടത്തിയെന്നാണ് ജെയിംസ് പന്തമാക്കലിന്റെ ആരോപണം. എന്നാൽ ഈ ആരോപണം തെളിയിക്കാൻ ജെയിംസ് പന്തമാക്കലിനെ വെല്ലുവിളിക്കുകയാണ് പ്രസിഡന്റ് PK ഫൈസൽ. പ്രതികരണങ്ങളൊന്ന് കാണാം. PK ഫൈസലിന്റെ അടുത്ത് ഞാൻ ഭാരവാഹികളുടെ ലിസ്റ്റ് കൊടുത്തു. ബൂത്ത്, വാർഡ്, മണ്ഡലം, ബ്ലോക്ക് കമ്മിറ്റിയിലേക്ക് ഒരാളെ പോലും അദ്ദേഹം തന്നില്ല. ഒരു ഭാരവാഹിക്ക് 25,000 രൂപ എങ്കിലും അദ്ദേഹം കാണുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ മനോഗതം എനിക്ക് മനസ്സിലായി. പണം കൊടുത്തിട്ട് ഒരു ഭാരവാഹിത്വവും ഞങ്ങൾക്ക് വേണ്ടാത്തതിനാൽ ഒരു ഭാരവാഹികളെയും ഞങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ചിറ്റാരിക്കാലിലെ 18 സീറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട് 18 സീറ്റും ഒരുമിച്ച് കൊടുത്തു. ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ആ കോർ കമ്മിറ്റിയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഏക അംഗങ്ങളാണ്. 18 ഓരോ സ്ഥാനാർത്ഥികളുടെ പേര് മാത്രമാണ് വന്നത്, ഒരാളുടെയും പേര് വേറെ വന്നില്ല. അപ്പോൾ 18 സീറ്റുകളും കച്ചവടം ചെയ്താൽ എത്ര പൈസ കിട്ടും എന്ന് ഫൈസലിനോട് ചോദിക്കണം. അതുകൊണ്ട് ഇതുപോലുള്ള DCC പ്രസിഡന്റുമാർ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടെങ്കിൽ പാർട്ടി ഇല്ലാതാവും. പാർട്ടിയിലേക്ക് വന്നത് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് ജെയിംസ് പന്തമാക്കൽ ഒരു തലവേദനയാണ്, ഒരു തർക്കമില്ല. ഞാൻ ജെയിംസ് പന്തമാക്കലിനോട് വെല്ലുവിളിക്കുന്നു. ജെയിംസ് പറഞ്ഞ ആരോപണം കൃത്യമായി ഞാൻ KPCCയോട് ആവശ്യപ്പെടാൻ പോവുകയാണ്. ജെയിംസ് പറഞ്ഞ ആരോപണം KPCC തന്നെ നേതാക്കളെ ചുമതലപ്പെടുത്തി ഓം പറഞ്ഞ ആരോപണം അന്വേഷണം നടത്തട്ടെ. അന്വേഷണം നടത്തി കഴമ്പുണ്ടോ എന്ന് തെളിയിക്കട്ടെ. ഞാനിപ്പോൾ ആവശ്യപ്പെടാനാ വന്നത് KPCയോട്. അരുൺ പൂപ്പറമ്പ ചേരുന്നു. ഗുഡ് ഈവനിങ് അരുൺ പൂപ്പറമ്പ. ഡീൽ നടന്നോ ഇല്ലയോ? അതാണല്ലോ കാസർഗോട്ടെ ചോദ്യം. കഴിഞ്ഞ ദിവസം ഓഫീസ് പൂട്ടി പോകുന്നതും കൂടി കണ്ട പശ്ചാത്തലത്തിൽ എന്താണ് നടന്നത്? സുജയ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജെയിംസ് പന്തമാക്കൽ കോൺഗ്രസിന്റെ വിമതരായിരുന്നു. പിന്നീട് വിമതനായി അവിടെ മത്സരിക്കുകയും ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ വിജയിക്കുകയും ഈ വിമത വിഭാഗത്തിലുള്ളവരെല്ലാം കൂട്ടിച്ചേർത്ത് പഞ്ചായത്തിന്റെ ഭരണം വരെ പിടിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 2023 കെ സുധാകരൻ KPCC അധ്യക്ഷനായ ഘട്ടത്തിലാണ് ഈ ജെയിംസ് പന്തമാക്കലുമായി ചർച്ച നടത്തുകയും പിന്നീട് ജെയിംസിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തത്. തുടർന്ന് DCC വൈസ് പ്രസിഡന്റ് എന്ന ചുമതല നൽകുകയും ചെയ്തു. ആ ഘട്ടത്തിൽ തന്നെ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വേണ്ട പരിഗണന നൽകണം, താൻ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന കാര്യം പറഞ്ഞിരുന്നു. അത് അന്നത്തെ KPCC അധ്യക്ഷനായ കെ സുധാകരൻ അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് പറയുന്നത്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ച തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അവഗണിച്ചു. അത് അവഗണിച്ചു എന്ന് മാത്രമല്ല, DCC പ്രസിഡന്റിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയാണ് ജെയിംസ് പന്തമാക്കൽ. ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ 18 സീറ്റുകളുണ്ട്. ഈ 18 സീറ്റുകളും പണം വാങ്ങി ഡീൽ നടത്തുകയാണ് ചെയ്തത്. തനിക്ക് ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകിയില്ല, പൂർണ്ണമായും അവഗണിക്കുന്ന നിലയാണ് ഉണ്ടായത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. അതിൽ നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതിലൊന്നും അത് നീതി ലഭിച്ചില്ല എന്നതുകൊണ്ടാണ് DCC വൈസ് പ്രസിഡന്റ് സ്ഥാനം താൻ രാജിവെക്കുന്നത് എന്ന കാര്യമാണ് പറയുന്നത്. ഇത് ഒരു ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമല്ല, ജില്ലയിലാകെ ആദ്യഘട്ടം മുതൽ വലിയ പ്രശ്നമായിരുന്നു. ഇതേ നേതാവാണ്, ജെയിംസ് പന്തമാക്കലാണ് DCC ഓഫീസിൽ മറ്റൊരു നേതാവുമായി കയ്യാങ്കളിയിൽ ഏർപ്പെട്ടത്. അതോടൊപ്പം മറ്റു ചില മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ആരോപണങ്ങളെല്ലാം നിൽക്കുമ്പോഴാണ് ഈ പണമിടപാട് 18 സീറ്റുകളിലെ പേയ്മെന്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയൊരു ആരോപണം ഉയർന്നിരിക്കുന്നത് കാസർഗോഡ് DCC പ്രസിഡന്റിന് നേരെയാണ്. ഇക്കാര്യത്തിൽ ഉന്നത നേതൃത്വം KPCC ഒക്കെ എന്ത് പറയുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.